നിതിൻ വീണ്ടും ചേരുന്നുണ്ട്. നിതിൻ, ഇവിടെ പ്രാഥമിക സുരക്ഷാ നടപടി പോലും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, GCDA പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവരൊരു വിളക്ക് കൊളുത്താൻ വേണ്ടി മാത്രം സ്റ്റേജ് ചെയ്യുന്നതാണ് സംഘാടകർ പറഞ്ഞത്. അത്തരത്തിൽ സംഘാടകരുടെ ഈ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വലുതായി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അവർ പറഞ്ഞതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതെല്ലാം വലിയ കുറ്റകരമാണ്. ഈ പറഞ്ഞ ഫയർഫോഴ്സ് കണ്ടെത്തിയ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് സംഘാടനത്തിൽ ഉണ്ടായിട്ടുള്ള പിഴവുകൾ എന്തൊക്കെയാണ്? തീർച്ചയായും തന്നെ വലിയ തോതിലുള്ള പിഴവ് ഈ സംഘാടനത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതായത് ഈ 2 മീറ്റർ അധികം ഉയരത്തിൽ സ്റ്റേജ് കെട്ടുമ്പോൾ 1.5 മീറ്റർ ഉയരത്തിൽ ബാരിക്കേഡ്, അത് ഉറപ്പുള്ള ബാരിക്കേഡ് വേണമെന്നതാണ് ചട്ടം. പക്ഷേ ഈ വേദിക്ക് സുരക്ഷാ ബാരിക്കേഡ് പോലും നിർമ്മിച്ചിട്ടിരുന്നില്ല. ഈ വേദിക്ക് ചുറ്റുമുണ്ടായിരുന്നത് ഒരു ക്യൂ മാനേജറാണ്. അതായത് തിയേറ്ററിലും എയർപോർട്ടിലും മറ്റും ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു ക്യൂ റിബൺ പോലുള്ള ബാരിക്കേഡാണ്. ഈ ബാരിക്കേഡിലേക്ക് ഉമാ തോമസ് സപ്പോർട്ടിനായി പിടിച്ചപ്പോഴാണ് ഈ ബാരിക്കേഡ് അടക്കം താഴേക്ക് പതിക്കുന്നത്. ഏകദേശം 18 അടിയോളം ഉയരത്തിൽ നിന്നാണ് ഈ ഉമാ തോമസ് MLA താഴേക്ക് വീണ് പരിക്കേൽക്കുന്നത്. അതായത് അത് ഏറ്റവും പ്രാഥമിക സുരക്ഷാ നടപടിയാണ് അല്ലേ? അതായത് സ്റ്റേജ് 2 മീറ്റർ കൂടുതൽ ഉയരമുള്ളതാണെങ്കിൽ 1.2 മീറ്റർ ഉയരം ഉറപ്പെങ്കിലുമുള്ള ബാരിക്കേഡ് വശങ്ങളിൽ സ്ഥാപിക്കണം എന്നാണ് ചട്ടം. പക്ഷെ പലയിടത്തും അത് പാലിക്കാറില്ല. എങ്കിൽ പോലും ഇത്രയും VIP-കൾ പങ്കെടുക്കുന്ന, ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് അത് നടപ്പാക്കിയില്ല, ഇല്ലെങ്കിൽ അത് ലംഘിച്ചു എന്നുള്ളത് പോലും ഗുരുതരമായ വിഷയമായി. തീർച്ചയായും തന്നെ അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. അതായത് ഈ ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രി പങ്കെടുത്ത, ഒരു DGP ലെവൽ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പങ്കെടുത്ത, MLA-മാരും രാഷ്ട്രീയ പ്രമുഖരും ചലച്ചിത്ര പ്രമുഖരും പങ്കെടുത്തൊരു പരിപാടിയാണ്. ഈ പരിപാടിയിലാണ് ഇത്തരത്തിൽ വളരെ ചെറിയൊരു വേദി നമുക്ക് കണ്ടാൽ മനസ്സിലാകും, വളരെ ചെറിയൊരു സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ പോലും 2 നിരയിൽ കസാരകൾ ഇട്ടിരുന്നു. പിന്നീട് അപകടം നടന്നതിന് ശേഷമാണ് ഒരു നിരയിലെ കസാരകൾ മാറ്റുന്നത്. അപ്പോൾ ഈ 2 നിരയിൽ കസാരകളിട്ട് അതിന് മുൻപിൽ വളരെ ചെറിയൊരു സ്ഥലമാണ് ഈ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുണ്ടായിരുന്നത്. ഈ സ്ഥലത്ത് കൂടിയാണ് ഈ മന്ത്രി അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നതും ഈ വേദിയിൽ ഇരിക്കുന്നതും. അതിനിടെയാണ് ഇത്തരത്തിൽ ഈ ഏറ്റവും ബേസിക് തന്നെ പറഞ്ഞ ഏറ്റവും ബേസിക്കായാണ് ഈ ബാരിക്കേഡ്. അതായത് 2 മീറ്റർ അധികം ഉയരമുള്ള സ്റ്റേജ് കെട്ടുമ്പോൾ 1.5 മീറ്റർ ഉറപ്പുള്ള ബാരിക്കേഡ് വേണമെന്നാണ്. ഈ ഗാലറിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം അടക്കം നടക്കുമ്പോൾ ഈ GCDA ഉടമസ്ഥയിലുള്ള ഈ സ്റ്റേഡിയത്തിന്റെ ബാരിക്കേഡ്, അത് കൃത്യമായ ഉറപ്പുള്ള ബാരിക്കേഡാണ്. ഈ ബാരിക്കേഡിന്റെ മുകളിലാണ് അനുമതിയില്ലാതെ ഇത്തരത്തിലൊരു സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ചെയർമാൻ നമ്മളോട് പറഞ്ഞത്. അനുമതിയില്ലാതെ കരാറടക്കം ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്ന പത്രക്കുറിപ്പിൽ മാധ്യമങ്ങൾക്ക് നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കരാറിൽ കൃത്യമായി എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും നോക്കണമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നതായാണ് GCDA ചെയർമാൻ പറഞ്ഞത്. ഏതായാലും പക്ഷേ ഇതിന് അവിടെയാണ് ഒരു സംശയം. അതായത് ഇതിന് ശേഷം ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രയധികം VIP-കൾ ഉണ്ട്, മന്ത്രി ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തകർ, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ, ഇവരെല്ലാം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം പൊതുമരാമത്തിന്റെ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഒന്നും പരിശോധിച്ചിരുന്നില്ലേ? അവർ ഉറപ്പാക്കേണ്ടതല്ലായിരുന്നോ ഇതിന്റെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച്? തീർച്ചയായും ഈ സേഫ്റ്റി സെക്യൂരിറ്റി കൃത്യമായി പാലിക്കാമെന്നത് GCDA പറഞ്ഞിരുന്നു എന്നാണ് ചെയർമാൻ പറയുന്നത്. അതായത് പോലീസും ഫയർഫോഴ്സും ഈ പൊതുമരാമത്ത് വകുപ്പും അടക്കമുള്ളവർ ഇവിടെ എത്തി അവരെ കൊണ്ട് പരിശോധന നടത്തണമെന്ന് ഈ സംഘാടകർക്ക് ഇവർ നിർദ്ദേശം നൽകിയിരുന്നതാണ്. പക്ഷേ ഒരു മന്ത്രി അടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ ഈ പൊതുമരാമത്ത് വകുപ്പ് അല്ലെങ്കിൽ പോലീസ് ഇത്തരത്തിൽ പ്രോട്ടോകോൾ ലംഘനം, ഇത് കടുത്ത പ്രോട്ടോകോൾ ലംഘനമാണ്. അല്ലെങ്കിൽ മന്ത്രി അടക്കം നടക്കുന്ന പരിപാടിയിൽ പോലീസ് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിൽ പോലീസിനോ പൊതുമരാമത്ത് വകുപ്പിനോ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ GCDAയും ഈ സംഭവത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. പോലീസുമായി ചർച്ച നടത്തും, ഒപ്പം കൊച്ചിൻ കോർപ്പറേഷൻ അടക്കമുള്ളവരുമായി ചർച്ച നടത്തുമെന്നാണ് പറയുന്നത്. ഏതായാലും വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇതിൽ പോലീസിനും കൃത്യമായ വീഴ്ച വന്നിട്ടുണ്ട്. കാരണം മന്ത്രി അടക്കം പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത്തരം ഒരു പരിപാടിക്ക് മുൻപ് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഉറപ്പ് വരുത്തേണ്ടതാണ്. പക്ഷേ അതിവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇത് പോകുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതാണ് നിതിൻ, ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. സുരക്ഷാ വീഴ്ച എന്നതിനപ്പുറം സംഘാടകർക്കും വലിയ തരത്തിൽ വീഴ്ചയുണ്ടായി പരിപാടി സംഘടിപ്പിക്കുന്നതിൽ എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അന്വേഷണം അതിന്റെ വഴിക്ക് പോകുന്നു.